ഹലോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ കരിയർ ജേർണിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ തോട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഇസ് തൃഷ്യ, കറൻ്റ്ലി വർക്കിംഗ് ആസ് എ ക്യാബിൻ ക്രൂ വിത്ത് എത്തിഹാദ് എയർവേസ്. സോ എത്തിഹാദിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഞാൻ ജസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നൈറ്റ് ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു. എൻ്റെ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ്. എത്തിഹാദിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2.5 months ആയേ ഉള്ളൂ. കരിയർ ജേർണി പറയുമ്പം ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ഇൻ എ 3-star ഹോട്ടൽ ആൻഡ് ഇറ്റ് വാസ് ഇൻ ബാംഗ്ലൂർ. അതെൻ്റെ കോളേജ് ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പോയിട്ടുള്ളതൊക്കെ എക്സാം എഴുതാൻ വേണ്ടി മാത്രമായിരുന്നു. അവിടെ ഞാൻ ഓൾമോസ്റ്റ് 1 year വർക്ക് ചെയ്തു. 1 year കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ ഗ്രാജുവേഷനും കംപ്ലീറ്റ് ആയി. ഞാൻ ഇൻഡിഗോ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആൻഡ് ഐ ഗോട്ട് സെലക്റ്റഡ്. ഞാൻ കസ്റ്റമർ സർവീസിനായിരുന്നു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദേ ഹയർഡ് മീ ഫോർ സെക്യൂരിറ്റി, ഏവിയേഷൻ സെക്യൂരിറ്റി. പിന്നെ ഞാൻ ആ ടൈമിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോയിൻ ചെയ്യണമെന്നേ വിചാരിച്ചതല്ല. ബട്ട് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ക്യാബിൻ ക്രൂ ആയിട്ട് തന്നെ കയറണം സോ എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയതും സ്റ്റാർട്ടഡ് ഗിവിങ് ഇൻ്റർവ്യൂ. ലൈക്ക് ഇൻഡിഗോയിൽ ജോയിൻ ചെയ്ത് വിത്തിൻ 3 months തന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തു ഫോർ എയർ ഇന്ത്യ ആൻഡ് ഐ ഗോട്ട് റിജക്റ്റഡ്. ഇന്ത്യയിലത്തെ സെക്കൻഡ് ഇൻ്റർവ്യൂവിന് ഐ ഗോട്ട് സെലക്റ്റഡ് ആൻഡ് ദേ സെലക്റ്റഡ് മീ ഫോർ PhD. ആ PhD ട്രെയിനിങ് ഓൾമോസ്റ്റ് എനിക്ക് കുറേ ലോങ് എടുത്തു. 3 months ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടറിഞ്ഞു എയർ ഇന്ത്യ എക്സ്പ്രസ് ഈസ് ഹയറിങ്. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഇങ്ങനെ ഒരു QR കോഡ് കിട്ടും അവരുടെ ഹയർ ചെയ്യുന്നത്. അതിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവിറ്റേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാം. ആൻഡ് ഐ ഗോട്ട് ഇൻവിറ്റേഷൻ ഫോർ ദാറ്റ്. ആൻഡ് എനിക്ക് അപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. ബട്ട് someone told me എയർ ഇന്ത്യ എക്സ്പ്രസ് ഹാവ് കണ്ണൂർ ബേസ്. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ പോയപ്പോൾ എൻ്റെ ഇൻഡിഗോയിലത്തെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് മോർണിംഗ് വന്ന് ഞാൻ ജസ്റ്റ് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോയ ഇൻ്റർവ്യൂ ആയിരുന്നു. ആൻഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്കറിയാം അവരുടെ ഇൻ്റർവ്യൂ ലോങ് ഡേ ആയിരിക്കും, പെട്ടെന്ന് തീരില്ല. നിങ്ങൾ മോർണിംഗ് വന്നിട്ട് എൻ്റെ ഫൈനൽ റൗണ്ട് നടക്കുന്നത് ഓൾമോസ്റ്റ് 30 ഒക്കെ ആകുമ്പോഴാണ് എനിക്കൊന്ന് ഫൈനൽ റൗണ്ട് നടക്കുന്നത്. 2-3 റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ടിൽ ഐ തിങ്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ടിൽ അവരെന്തോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ലിറ്ററലി ഇങ്ങനെ ഉറങ്ങി വീണു. അപ്പോൾ അവിടെയുള്ള ഐ എം നോട്ട് ടേക്കിംഗ് ഔട്ട് ദ നെയിം, ഐ സ്റ്റിൽ റിമെമ്പർ ഹിസ് നെയിം. ബട്ട് പുള്ളി പറഞ്ഞു പോയിട്ട് ഒരു കോഫി കുടിച്ചിട്ട് വരാൻ. ആക്ച്വലി ഞാൻ ഓർത്തത് റിജക്റ്റ് ആയി എന്നാണ്. ബട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കയറി ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഐ ടോൾഡ് ദം ലൈക്ക് ഞാൻ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മേ ബി അവർക്ക് എൻ്റെ ഭയങ്കര ഡെഡിക്കേഷനൊക്കെ ഫീൽ ചെയ്തതാണ്. ഞാൻ ആ ഒരു സംഭവം അവിടെ എടുത്തിട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടയേർഡായിട്ട് ദാറ്റ്സ് ദ റീസൺ ഐ ലുക്ക് ടയേർഡ്. റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അന്ന് ഷിഫ്റ്റിന് പോകണ്ടെന്ന് ചോദിച്ചാൽ ബട്ട് ഞാൻ ഉറങ്ങുക പോലും ചെയ്യാണ്ട് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഡേയും ഞാൻ നൈറ്റ് ഷിഫ്റ്റ് പോയി. ഡെഡിക്കേഷൻ. ഇപ്പോഴും ഞാൻ എയർ ഇന്ത്യേൻ്റെ കോള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് കേട്ടോ. എയർ ഇന്ത്യേൻ്റെ മെയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. ബട്ട് ഫസ്റ്റ് എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫർ ലെറ്റർ വന്നു ആൻഡ് ഐ ചൂസ് ടു ജോയിൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ബിക്കോസ് ആ HR അന്ന് ഇൻ്റർവ്യൂ എടുത്ത HR ലിറ്ററലി എന്നോട് പറഞ്ഞു യു വിൽ ഗെറ്റ് കണ്ണൂർ ബേസ്. ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. എനിക്ക് എന്തായാലും കണ്ണൂർ ബേസ് കിട്ടും അങ്ങനത്തെ ഒരു മൈൻഡിൽ. ബിക്കോസ് എനിക്ക് കിട്ടി കണ്ണൂർ ബേസ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഐ നെവർ തോട്ട് ഓഫ് സ്വിച്ചിങ് ദ എയർലൈൻ. ലൈക്ക് എനിക്ക് വേറൊരു എയർലൈനിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല. ബിക്കോസ് വീട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നു, അച്ഛനമ്മേനെയൊന്നും കാണുന്നു. ദാറ്റ് വാസ് സോ ഗുഡ്. എത്തിഹാദിൻ്റെ ഞാൻ ഒറ്റ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഐ ക്ലിയർഡ് മൈ എത്തിഹാദ് ഇൻ്റർവ്യൂ ഇൻ ഫസ്റ്റ് ഗോ. അപ്പോൾ എൻ്റെ കരിയർ ജേർണി വീഡിയോ ഇത്രയേ ഉള്ളൂ. So if you want to know anything more, just comment down.